പക ഇല്ല, ആളുകളോടുള്ള പക, അതും ഒരു തരത്തിലുള്ള റിയാക്ഷനാണ്. ഈ വെറുതെ പക ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ പറയും വെറുതെ ഉണ്ടായൊരു പകയാണ്. വെറുതെ ഉണ്ടായൊരു പകയല്ല ആക്ച്വലി. നമ്മൾ പലപ്പോഴും ഈ വെറുതെ ഉണ്ടായി എന്ന് പറയുന്ന പകകളൊക്കെ ആഹ്, ഒരു തോട്ടിൽ നിന്നാണ് വരിക. തോട്ട് ഇതിനകത്തൊക്കെ പറയും. നമ്മളിതിനകത്തൊന്നും അങ്ങനത്തെ ആളല്ലല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ആളല്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളല്ലല്ലോ, അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ പക ഒരു തോട്ട് ബേസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരിക. മെല്ലെ 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 ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മളിലുള്ള ഓരോ തോട്ടിനെ ബേസ് ചെയ്തിട്ട് അതിങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. സോ ഇങ്ങനെ നമ്മുടെ ഒരു തോട്ട് അത് എന്തിനോടും ആവാം എന്നുള്ളതാണ്. എനി ടൈപ്പ് ഓഫ് തിങ്സ്, ഏത് കാര്യങ്ങളോടും അതുണ്ടാവാം എന്നുള്ളതാണ്. ഒരാളുടെ നേരത്തെ നമ്മൾ പറഞ്ഞ അസൂയനെ കുറിച്ച് പറഞ്ഞ പോലെ, ഇപ്പം അസൂയ ഉണ്ടാകുന്നു. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടിയുടെ കാര്യം, അതുപോലെ ഈ അത് പകയായിട്ട് മാറും. അത് ഒരു റിയാക്ഷൻ, ചെയിൻ ഓഫ് റിയാക്ഷൻസ് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു സിമ്പിൾ റിയാക്ഷൻ്റെ അപ്പുറത്തേക്ക് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ. നമുക്ക് ചില ആങ്കർ ഒക്കെ, ചില ആങ്കറുകളൊക്കെ, ചില ദേഷ്യം, ഗംഭീര ദേഷ്യമൊക്കെ ഉള്ള ചില മൊമെൻറ്റുകളൊക്കെ ഹെവി ചെയിൻ ഓഫ് റിയാക്ഷനിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് ഓർമ്മ ഉണ്ടാവുക. ഒരാൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരേ ഒരൊറ്റ ദേഷ്യത്തിൻ്റെ പുറത്ത്, ഒരു ആങ്കറിൻ്റെ പുറത്ത് ചെയ്ത് കൂട്ടുന്ന കുറേ ചെയിൻ ഓഫ് റിയാക്ഷൻ ആക്ടിവിറ്റികൾ നമുക്കത് അടുത്ത ദിവസം സംസാരിക്കാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക എന്നുള്ള കാര്യമാണല്ലോ. പക ഒരു റിയാക്ഷനാണ്, ആക്ഷൻ അല്ല, അതൊരു റിയാക്ഷനാണ് ആക്ച്വലി. ഏതോ ഒരു ആക്ഷൻ. അപ്പം അത് നമ്മൾ പറയും, ഒരു അവനെ അടിച്ചിട്ടില്ലല്ലോ, അവനെ തെറി പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ അവൻ അങ്ങനെ എന്നോട് പറഞ്ഞ രൂപത്തിലുള്ള പോരായ്മ അയാളുടെ ഉള്ളിൽ തോട്ടായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഞാനത് കാണിച്ചു കൊടുക്കാമെന്ന് പറയാം. എനിക്ക് ഓർമ്മയുണ്ട്, ഡോക്ടർ നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 100-ലധികം പേഷ്യൻസിനൊക്കെ ഡെയിലി കവർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഈവനിങ് കൺസൾട്ടിങ്ങിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആളെടുത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു കീറിയ ലുങ്കിത്തുണിയും ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി, ടീഷർട്ടൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് സംസാരിച്ചു. എന്താ ഡോക്ടറെ ഇങ്ങനത്തെ വേഷത്തിൽ ചോദിച്ചപ്പോൾ, അല്ല നിങ്ങളെപ്പോലത്തെ ആൾക്കാരോടൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അദ്ദേഹം ഈ പോയ ആൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല ഡോക്ടർ ഇങ്ങനെ പെരുമാറും. അപ്പം നേരത്തെ ഉള്ള എന്തോ ഒരു സംസാരത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു റിയാക്ഷനാണ് അദ്ദേഹത്തിന് പിന്നീട് അതിങ്ങനെ കയറി ഓവർ തിങ്കിങ് ആയി അത് മൗണ്ട് ചെയ്ത് ഒരു വലിയ പകയായിട്ട് മാറുന്നത്. അങ്ങനെ പകയായിട്ട് മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാം, നമ്മളുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ബോഡീനെ അത് സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള റിയാക്ട് ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ, അവർക്ക് അങ്ങനെയൊക്കെ ആളുകളുണ്ട് ആക്ച്വലി. അങ്ങനെയുള്ള ആളുകളൊക്കെ ആക്ച്വലി അവർ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരും. അവർ സ്വയം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ. അപ്പോൾ അവർ എന്തിലും ഇപ്പോൾ എമോഷണലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളായിരിക്കും. അപ്പോൾ എമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതൊന്ന്. രണ്ട്, ആ ഏരിയയിൽ നമുക്ക് പക ഒരാളോട് ഉണ്ടാവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളെ സൈഡ് തന്നില്ലാത്തത് കൊണ്ട് മുമ്പുള്ള വണ്ടിക്ക് സൈഡ് കൊടുക്കാതെ കാണിക്കുന്ന റിവെഞ്ച് അല്ലേ, എന്താ പറയുക, വെഞ്ചൻസ്, ആ ഒരു പ്രതികാര നടപടികളൊക്കെ ഇങ്ങനെ റോഡിലിട്ടൊക്കെ കാണിക്കുന്നതാണ്. അപ്പം അയാൾ ചെയ്യുന്ന ഒരു പ്രതികാരം കൊണ്ട് റോഡിലുള്ള ഒരുപാട് യാത്രക്കാർ, ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് സമയം എയർപോർട്ട്, ഹോസ്പിറ്റൽ, എമർജൻസി ഹോസ്പിറ്റലൊക്കെ ഇഷ്യൂ ആവുന്നുണ്ടാവും. അതൊന്നും ഇയാൾ അറിയുന്നില്ല. കാരണം ഇയാൾ മന്ദത പോലെ ഇയാൾക്ക് ഒരു കാഴ്ച ഉണ്ടാവില്ല. ഇയാൾ വേറെന്തോ ഒരു മന്ദീഭാവ അവസ്ഥയിൽ ഇങ്ങനെ വേറൊരു ലോകത്തായിരിക്കും ഇയാൾ ജീവിക്കുക. അപ്പോൾ ഈ റിയാക്ഷനുകളിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള റിയാക്ഷനുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത്തരം നമ്മുടെ തനിമ നഷ്ടപ്പെടുന്ന, നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാതാവുന്ന
റിയാക്ഷനുകളിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഈ ആക്ഷനെക്കുറിച്ചും റിയാക്ഷനെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ, കമൻറ്റുകളൊക്കെ യൂട്യൂബിലെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്.